നമസ്കാരം, എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ യൂണീക്കായിട്ടുള്ള റെസിപ്പിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും കഴിക്കാൻ പറ്റും. കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും കഴിക്കാൻ പറ്റും. അതായത് നമുക്ക് ദഹനത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും, ദഹനക്കുറവുള്ള ആൾക്കാരുണ്ടാവും, ഗ്യാസ് ട്രബിളുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഉലുവ മോരൊഴിച്ചത് കേട്ടിട്ടുണ്ടോ? മോരൊഴിച്ച് കൂട്ടാനല്ല, ഉലുവ മോരൊഴിച്ചത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ടേബിൾ സ്പൂൺ നിങ്ങൾ വിചാരിക്കും ഇത് കഴിച്ചിട്ട് വായിലേക്ക് വയ്ക്കാൻ പറ്റുമോ? ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കേണ്ട, അതുകൊണ്ട് തന്നെ 3 ടേബിൾ സ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ പൊടിയെന്നാവണതാണ്. നമുക്ക് നേരിട്ടിട്ട് ഗ്യാസിൻ്റെ അടുത്തേക്കാണ് പോവുക കേട്ടോ. ഇപ്പം ഞാൻ ഗ്യാസ് കൊളുത്തിയിട്ട് ഇങ്ങനെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നമ്മുടെ ഉലുവയും ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചധികം ഉണ്ടല്ലോ. ഇനി കരിഞ്ഞു പോവരുത്, സിമ്മിൽ വെക്കണം. എന്നിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളറാവട്ടെ കേട്ടോ. വെയിറ്റ് ചെയ്യാം. നല്ല മഴയാണ്. നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. ലൈറ്റ് പോയിരിക്കുകയാണ്, ക്ഷമിക്കണം. പോവുക വരിക. മരങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും വീണടക്കണ്ടേ. അപ്പോൾ അത് ശരിയാക്കാൻ ഇനി കുറച്ച് സമയം പിടിക്കും. ഒന്നും കൂടി ആവട്ടെ. നമ്മൾ അച്ചാറിലേക്കൊക്കെ പൊടിക്കുമ്പോൾ ഒരു ബ്രൗൺ കളറ്, ആ ഒരു കളർ വരണം കേട്ടോ. വെയിറ്റ് ചെയ്യാം, നോക്കാം. ഞാൻ പ്രത്യേകം പറയുന്നു, ഗ്യാസ് സിമ്മിൽ വേണം കേട്ടോ വയ്ക്കാൻ. ഹൈ ഉലുവ നല്ലൊരു മണം വരും നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ കേട്ടോ. മാത്രമല്ല അങ്ങനെ ചെറുതായിട്ട് പൊട്ടി തുടങ്ങും. ആവാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ പൊട്ടി വരും, അതാണ് അതിൻ്റെ പാകം. ഈ സമയത്ത് നമുക്ക് നാടൻ തക്കാളിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും അതാണ് ഉപയോഗിക്കാറ്. നാടൻ തക്കാളി, അതൊന്ന് നല്ല ജ്യൂസ് ഇറങ്ങി വരും കണ്ടോ. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട. നാടൻ തക്കാളി ഞാൻ കുഞ്ഞിതായതാണ്. അതുകൊണ്ട് ഒരു 5-8 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാച്ചാൽ നിങ്ങൾ 2 എണ്ണം എടുത്താൽ മതി കേട്ടോ. ഇത് കുനേനുള്ളത് പാലക്കാട് നിന്ന് വരുമ്പോൾ വാങ്ങിച്ചതാണ്. അസല് തക്കാളി. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് മുളക് പൊടി കേട്ടോ. എരിയുള്ള മുളക് പൊടി തന്നെയാണ്. ഞാനൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. തക്കാളിയുടെ ഒപ്പം ഈ ഉലുവ അതെ നമുക്ക് കഴിക്കേണ്ടതാണ്. നന്നായിട്ടൊന്ന് വേവണം കേട്ടോ. ഒന്നായി വരട്ടെ, വെയിറ്റ് ചെയ്യാം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ശരിക്കും ഇതിൽ തക്കാളി ഇടണമെന്നില്ല കേട്ടോ. വെറും ഉലുവ മാത്രമായാലും മതി. പക്ഷേ ഞാനൊരു 4 കിലോ തക്കാളി പാലക്കാട് നിന്ന് വരുമ്പോൾ, അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ തക്കാളി ഇട്ടിട്ടുണ്ടാക്കി, തക്കാളി ഇടാതെ ഉണ്ടാക്കി. രണ്ട് ടേസ്റ്റാണ്. അപ്പോൾ ഈ തക്കാളി ഇട്ടുണ്ടാക്കിയതിന് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നി. അതുകൊണ്ട് മാത്രം ഞാൻ ഇട്ടതാണ്. ഇനിയിപ്പോൾ തക്കാളിയൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ. വെറുതെ ഉലുവ മാത്രമായാലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ തക്കാളി വേവാൻ ആവശ്യമായ വെള്ളം അതിൽ കിടന്നിട്ട് ഉലുവയും നന്നായിട്ട് വെന്തോളൂ കേട്ടോ. വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉലുവ പെട്ടെന്ന് വേവില്ല, അങ്ങനെ കല്ലച്ച മാതിരി കിടക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് മതി കേട്ടോ. ഇനി നമ്മുടെ ഉലുവ മോരൊഴിച്ചയിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ നാളികേരത്തിൻ്റെ പകുതി, ചെറിയതായിരുന്നു, ചിലവെടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അതൊക്കെ എടുത്തോളൂ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ. ഇപ്പം കണ്ടോ, തക്കാളിയൊക്കെ ഒരുവിധം നന്നായിട്ടിങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഉലുവയുടെ വേവ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കയ്യിലിങ്ങനെ എടുത്തു കഴിഞ്ഞാലേ കണ്ടോ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവും, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ ഉലുവ വെന്തു എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ട് ഉപ്പൊന്നതിൽ നന്നായിട്ട് പിടിക്കട്ടെ കേട്ടോ. ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഉപ്പ് പിടിക്കട്ടെ, വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കൊട്ടക്കൈയിൽ എടുക്കാം കേട്ടോ. കണ്ടോ,
നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഈ സമയത്ത് നമ്മൾ അടിച്ചു കൊണ്ടുവന്നത് നാളികേരം, കുരുമുളക്, നല്ല ജീരകം, കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. കാരണം ഒഴിച്ചുകൂട്ടാൻ്റെ മാതിരി തന്നെയാണ്, പക്ഷേ ഉലുവ ഉളമ്പുമ്പോൾ കിട്ടണം കേട്ടോ. അപ്പോൾ വല്ലാതെ കുസരളന്മാരി ആക്കരുത്, ഉലുവോട് കൂടിയിട്ട് വേണം വിളമ്പാൻ. ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് ആ നാളികേരമൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഒരു നുള്ള് കായപ്പൊടി, അതോടൊപ്പം തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി, അതും കൂടി ഒരു നുള്ളിട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങോട്ട് ഒരു 1/4 ടീസ്പൂൺ തന്നെ വേണ്ട, ജസ്റ്റ് ഒന്നിങ്ങോട്ട് കുടഞ്ഞു കൊടുത്താൽ മതി. നല്ല ജീരകം പൊടിച്ച് വെച്ചതാണ്, അതും കൂടി ഒരു പ്രത്യേക മണമാണ് കേട്ടോ ഇതിൻ്റെ. ഇത് ഒഴിവാക്കരുത് ഈ നല്ല ജീരകപ്പൊടി. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ പച്ചമുളക് ഇവിടെ ഉണ്ടായത് തന്നെയാണ്, അത് നന്നായിട്ട് കീറി വെച്ചിട്ടുണ്ട്. നല്ലൊരു മണമാണ്, നമ്മളുടെ ഇവിടെ ഉണ്ടായ പച്ചമുളക് തന്നെയാണ്. അപ്പോൾ അത് അവസാനം മതി, നമുക്ക് വേണമെങ്കിൽ ഒട്ടയ്ക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം മാത്രം മോര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. തൈര് അടിച്ചതാണ്. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ആ തിളമൊന്ന് നിന്നതിന് ശേഷം മാത്രം നമുക്ക് മോര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത്ര പണിയുള്ളൂ. പിന്നെ ഒരു വറവും വെയിറ്റ് ചെയ്യാം. കണ്ടോ, അപ്പോൾ തിളം ഒന്ന് നിന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മൾ എന്തായാലും ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. മോര് ഇത്ര പരിപാടിയുള്ളൂ. ഇതിൽ തന്നെ ഇരുന്നിട്ട് ആ മോര് അങ്ങോട്ട് നന്നായിട്ട് ചൂടായിക്കോളും. അടിപൊളിയല്ലേ, എന്ത് എളുപ്പമാണല്ലേ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉലുവ മോരൊഴിച്ചതൊന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ഇഷ്ടമാവും, എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ ഉലുവ മോരൊഴിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തണം കേട്ടോ. കുറച്ച് ശർക്കരയുടെ കുഞ്ഞൊരു കഷ്ണം ഇട്ട് കൊടുക്കുക. ഇനി ഒരു വറവ് മാത്രമേ വേണ്ടുള്ളൂ, നമുക്ക് വറുത്തിടാം കേട്ടോ. അപ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കടുക്, കുറച്ച് 1/4 ടീസ്പൂണൊന്നും വേണ്ട കേട്ടോ ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ഒരു നുള്ളു മുളക് പൊടി. അപ്പോൾ നമുക്ക് വറുത്തോട്ടാം. ഹായ്, എന്താ മണം വരണറിയാം. അപ്പോൾ ഇതേപോലെ ഉലുവ മോരൊഴിച്ചത് എന്തായാലും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ചോറ് വിളമ്പിയിട്ടുണ്ട്, കുത്തരി ചോറാണ്. ഇനി നമ്മുടെ ഉലുവ മോരൊഴിച്ചത്. അപ്പോൾ കുറച്ച് കുറുകിയിട്ട് വേണം, എന്നാലാണ് ആ ഉലുവയും കൂടി കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കീറിയിട്ട പച്ചമുളകുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഉണ്ടമുളകുണ്ട്, അതും കൂടി ഓരോന്ന് വയ്ക്കാം. ഇനി കുറച്ച് ചക്കപ്പപ്പടം പൊട്ടിച്ച് ചേർത്താണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായത് തന്നെ കേട്ടോ വഴുതിനീയുടെ ഉപ്പേരി. വേണമെങ്കിൽ അച്ചാറെടുക്കാം. അപ്പോൾ അത്രയും മതി. അപ്പോൾ ഉരുട്ടാം, ഒന്ന് ഒഴിച്ചുകൂട്ടാനായ കാരണം ഉരുളാക്കിയിട്ട് തരാൻ പറ്റില്ല. എന്നാലും അതായത് പച്ചമുളക് ഉടയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അങ്ങാടിമുളക്, ഒരു കഷ്ണം പപ്പടം. ഞാൻ ചക്കപ്പപ്പടത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ പണ്ട്, വഴുതിനിങ്ങ കൊണ്ടുള്ള ഉപ്പേരി. കഴിച്ചോളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് തീർച്ചയായിട്ടും എങ്ങനെ ഉണ്ടെന്നും കൂടി അറിയിക്കണം കേട്ടോ. പല ആൾക്കാരും ഉണ്ടാക്കി നോക്കിയിട്ട് അറിയിക്കുന്നില്ല. ചില ആൾക്കാരൊക്കെ കമൻ്റ് ഇടാറുണ്ട്. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.